ഇനി മറ്റൊന്ന് പൊതുവെ ചർച്ചയാകുന്ന ഒരു സംഭവം ഈ വയനാട് ദുരന്തബാധിതർക്ക് വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇന്നിപ്പം വയനാട് CPIM ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ KPCC അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ വിഷയങ്ങളിലെ ജനങ്ങളുടെ പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 4 ഭാഗങ്ങളിൽ നിന്നും ചോദ്യം ഉയർന്നതോടെ വയനാട് ദുരന്തബാധിതർക്കായി പിരിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി വീട് വയ്ക്കാൻ പണമില്ല എന്നുകൂടി ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞു വെച്ചു. ആപ്പ് നിർമ്മിക്കാനും ഭൂമി വാങ്ങാനും മാത്രമേ പണം കിട്ടിയിട്ടുള്ളൂ. കോൺഗ്രസ് പുറത്തുവിട്ട കണക്ക് കള്ളക്കണക്കാണെന്നും തുക വകമാറ്റിയെന്നും CPIM ആരോപിക്കുന്നുണ്ട്. വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വയ്ക്കാൻ പണമില്ലെന്ന കോൺഗ്രസ് വാദം വിശ്വസനീയമാണോ? ലിൻഡോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് വയനാട് ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പിരിച്ച പണവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും. ഏറ്റവും ഒടുവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് പിരിച്ചതെന്നുള്ള കണക്കുകൾ ഇന്ന് പുറത്തുവിട്ടു. ആകെ 5,38,00,000 രൂപയാണ് പിരിച്ചെടുത്തതെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. കോൺഗ്രസിന്റെ ഈ കണക്ക് ശരിയോ? നമുക്ക് വയനാട്ടിലെ ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഇല്ല, ഒരിക്കലും വിശ്വസിക്കില്ല. കോൺഗ്രസിന്റെ കണക്ക് ഒരിക്കലും വിശ്വസിക്കില്ല. അതിന് കാരണം എന്താണ്? അതിന്റെ കാരണം അവർ പറയുന്ന ഒന്നും യാഥാർത്ഥ്യമല്ല. ഇതുവരെ പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. ഇപ്പൊ ഈ എവിടെയാണ് ഇവിടെ തറക്കല്ലിട്ടിട്ട് പോയിട്ട് പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പോയ പോക്കാ. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെ അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അതിനൊരു തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ ഈ പറയുന്ന 5,38,00,000 രൂപ എന്ന് പറയുന്ന കണക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അതിനൊന്നും കണക്കില്ല. അത് എവിടെ പോയി എന്നുള്ള കണക്കില്ല. അവർ പറയുന്ന കണക്ക് തെറ്റാണ്, വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചരിത്രമുണ്ട് കോൺഗ്രസിൻ്റെ. ആ ചരിത്രത്തിലൊക്കെ ഇതന്നെയാണ് സ്ഥിതി, ഇതേമാതിരി തന്നെയാണ്. കള്ളത്തരം പറയാന്നല്ലാതെ രാജ്യത്തിലെ ജനങ്ങൾ കൊള്ളയടിക്കാന്നല്ല ഒരു ലക്ഷ്യം അവർക്കില്ല. അപ്പോൾ ഇവർ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്. കോൺഗ്രസിൻ്റെ തറക്കല്ലിട്ടിട്ടുണ്ടെങ്കിൽ അവരെ പണി പൂർത്തീകരിക്കും, അതാണ് നമ്മുടെ വിശ്വാസം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പ്രസ്താവന തീർത്തും അപഹാസ്യമാണ്. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും ചോദ്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റ് പൊതുജനങ്ങളും ഉയർത്തിയിട്ട് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? ഇത്രയും ഒരു കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഇത്രയും കാലതാമസം വേണോ? കോൺഗ്രസ് പറഞ്ഞൊക്കെ ശരിയാണെന്ന് അല്ല, കുറേ തെറ്റാണ് അവർ പറയുന്നത്. ഒന്നാണ് ഒരു കുറേ തറക്കല്ലിട്ട് കുറേ പൈസ ചിലവാക്കി, ഇതൊക്കെ ഫണ്ട് കുറേ ചിലവാക്കി എന്നൊക്കെ പറയുന്നത്. കോൺഗ്രസ് അങ്ങനെ പിരിച്ചിട്ടുണ്ടോ, അത് എന്ത് ചെയ്തിട്ടുള്ളത് എനിക്ക് പറ്റി പറയാൻ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരെന്തെങ്കിലും ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ചെയ്തെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും കാലമായിട്ടൊന്നും ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? ഇവിടെ ദുരിതബാധിതരോട് കാണിക്കേണ്ട ഒരു ആത്മാർത്ഥത പോലും ഒരു കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ സ്ഥലം എടുത്തു എന്ന് പറയുന്നത് ഈ ഇലക്ഷനെ സംബന്ധിച്ചിട്ട് മുന്നിൽ സ്ഥലം എടുത്തിട്ട് നാട്ടുകാരെ ആ ദുരിതബാധിതരെയും പറ്റിക്കുന്ന പണിയാണ് കാണിച്ചിട്ടുള്ളത്. അല്ലാതെ വേറൊന്നുമല്ല കാണിച്ചത്. ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? ഈ ഫണ്ട് എവിടെ? ഈ പൈസ എവിടെ? എന്തെങ്കിലും ഒരു കണക്ക് കാര്യങ്ങൾ ആരുടെ അക്കൗണ്ടിൽ, എന്തിൻ്റെ അക്കൗണ്ടിൽ, എങ്ങനെ ഒന്ന് പറയണ്ടേ? 774 കോടി ഉറുപ്പ്യ സർക്കാരിൻ്റെ ഇതിലേക്ക്, അത് പിണറായിൻ്റെ ഇതിലേക്ക് കിട്ടിയിട്ട് ആകെ 136 കോടി ഇവിടെ ചിലവായിട്ടുള്ളൂ. ബാക്കി കോടിയുടെ കണക്ക് ആദ്യം ഓലിന് പറയട്ടെ. ഈ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ പൈസ നിൽക്കുന്നത്. കോൺഗ്രസ് പുറത്തുവിട്ട കണക്ക് ശരിയോ എന്ന നമ്മുടെ ചോദ്യത്തിന് ഭൂരിഭാഗം പേരും ഈ കണക്ക് വിശ്വസിക്കാനാകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ക്യാമറമാൻ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.